വരുന്ന വഴിയാണല്ലേ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, കൂടെ ഞങ്ങളുണ്ട്. ജയില് എനിക്കൊരു പുത്തരിയല്ല. മുക്കുപണ്ടം തന്ന് പറ്റിച്ച് അവളും അവളെ തന്തയും ദിവാകരൻ ആരാന്ന് അറിയാൻ പോണുള്ളൂ. എല്ലാ സഹായത്തിനും മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ്, ഞങ്ങളുടെയൊക്കെ നേതാവായ ഷിജു കാട്ടിലപ്പറമ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാർ. യെസ് മിസ്റ്റർ ലോകേഷൻ, നിങ്ങളുടെ കാര്യം ഞാൻ പരിഗണനയിലെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഓക്കെ സാർ. പ്രിയ സുഹൃത്തുക്കളെ, നിരപരാധിയായ ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ 3 മാസക്കാലമായി ജയിലിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. മെൻസ് അസോസിയേഷന്റെ നിരന്തരമായ ഇടപെടൽ മൂലം ഇന്ന് ഈ ചെറുപ്പക്കാരൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മൂക്കുകയറിട്ട ചില അവന്മാരും റീൽസ് റാണികളും വാഴുന്ന ഈ കേരളത്തിൽ പുരുഷന്മാർക്കും ജീവിക്കാൻ റൈറ്റുണ്ട്. ഈ പോരാട്ടത്തിലാണ് ഷിജു കാട്ടിലപ്പറമ്പ്. ഈ പോരാട്ടം നമ്മൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നിക്ക് കഴിഞ്ഞ പ്രാവശ്യമാർ ഇന്നിട്ടിട്ട് ഓടാനാണ് നിങ്ങളുടെ പരിപാടി എന്നുണ്ടെങ്കിൽ ഇവിടെ നാട് ഞാൻ ഒറ്റക്കണ്ട് പോയിക്കോളാം. ധൈര്യമായിട്ട് പോയിക്കോളാം. ഞങ്ങൾ കട്ടക്കുണ്ടാവും. എഴുപത്തിനാല് 75 ദിവാകരൻ. ആ ദിവാകരൻ തന്നെ. മുക്കുപാടം തന്നുകാണ്ട് പറ്റിച്ച തന്ത മണ്ടിക്കാണ്ട ഒരു പണിയില്ലാതെ തേരാപ്പാര നടക്കണ ഇജ് ഇന്റെ മോളെ ചാടിച്ചുകൊണ്ടായതും പോരാ, അനക്ക് മുക്കൊണ്ടല്ല പിന്നെ എന്താണ് ഞാൻ തരിക? ഇജ് ബാങ്കിൽ കൊണ്ടുവച്ചിട്ടില്ലേ പോലീസ് പിടിച്ചേ? മോനെ, അതുകൊണ്ട് ഇപ്പൊ എന്തായി? 3 മാസം ജയിലിൽ പോയി. 650 ഉറുപ്പിക ശമ്പളം കിട്ടിയില്ല എനിക്ക്. ഇവിടെ ആകുമ്പോ കിട്ടിയിരുന്നത്. അച്ഛൻ എനിക്ക് മുക്കുവണ്ടം തന്നതും നന്നായി, ഇജ് അത് ബാങ്ക് കൊണ്ടേ വെച്ചതും നന്നായി. ഇതൊക്കെ ഒരു ഭാഗ്യ. ഇജ് ഇനി എങ്ങനെ ജീവിക്കുക? ഇനി ഒരു 10 കൊല്ലം ജീവിക്കാനുള്ള വകുപ്പ് ഞാൻ കണ്ടു വെച്ചിക്കണേ. നിങ്ങളൊന്നാണ് തിരിഞ്ഞിക്ക്.